CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന ജില്ലാ ഏരിയ സമ്മേളനങ്ങളോടനുബന്ധിച്ച് പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ അവസാനത്തെ ലോക്കൽ സമ്മേളനമായ പശ്ചിമല ലോക്കൽ സമ്മേളനം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. CPIM 24-ാം പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മാസം മധുരയിൽ വെച്ചാണ് നടക്കുന്നത്. ഇതോടനുബന്ധിച്ചുള്ള സംസ്ഥാന ജില്ലാ ഏരിയ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന അവസാനത്തെ ലോക്കൽ സമ്മേളനമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നത്. CPIM പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 216 ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ശേഷമാണ് അവസാനത്തെ ലോക്കൽ സമ്മേളനമായ പശ്ചിമല ലോക്കൽ സമ്മേളനം നടന്നത്. റെഡ് വാളണ്ടിയർമാരുടെ അകമ്പടിയോട് കൂടി നടന്ന പ്രകടനത്തോടു കൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രകടനം സമ്മേളന നഗരിക്ക് സമീപം സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയതോടെ പശ്ചിമല ലോക്കൽ കമ്മിറ്റി അംഗം K. സുധാകരൻ പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആരംഭിച്ച പശ്ചിമല ലോക്കൽ സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി S. അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. TS. മനോജ് രക്തസാക്ഷി പ്രമേയവും, ഷംനാദ് അലിയാർ അനുശോചന പ്രമേയവും, സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ, പുഷ്പൻ എന്നിവരുടെ അനുശോചന പ്രമേയങ്ങൾ ലിസി ബാബു, PK. ഗോപി, സ്റ്റെലികുമാർ എന്നിവർ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ലോക്കൽ സമ്മേളനം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് നടക്കുന്ന നുണപ്രചരണങ്ങൾ തിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയണമെന്നും കള്ളപ്രചരണത്തിനായി പ്രതിപക്ഷ ഉപദേശകനെ നിയമിച്ചിരിക്കുകയാണെന്നും PS രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നമുക്ക് ജയിക്കണം. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന കള്ളപ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് തിരിച്ചറിയാനും അത് നുണയാണെന്ന് പറയാനും പ്രചരിപ്പിക്കുന്നവരെ തെരുവിലെതിർക്കാനും CPM മെമ്പർമാർ ധൈര്യം കാണിക്കണം. ഇങ്ങനെ കഴിയും. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് ഇവരെല്ലാം കൂടെ ഇനി എന്നാ ചെയ്യുന്നു ആലോചിക്കുക. KPCC ഓഫീസിലുണ്ട്, VD സതീശനുണ്ട്, K. സുധാകരനുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, M. ഹസനുണ്ട്, K. സുധാകരൻ. 7 പേര്. ഇനി എന്നാ ചെയ്യും? ഇങ്ങനെ പോയാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും LDF മൂന്നാമത് തുടർഭരണം വരും. K. സുധാകരൻ എനിക്കൊക്കെയാണ് പ്രായമുള്ളത്. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗം G. വിജയാനന്ദ, പീരുമേട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി S. സാബു, നേതാക്കളായ MK. മോഹനൻ, ശാന്തി ഹരിദാസ്, M. തങ്കദുരൈ, റെനിൽ മാത്യു, CK. സോമൻ, KJ. ദേവസ്യ, K. ചന്ദ്രൻ, മധു തുടങ്ങിയവർ ലോക്കൽ സമ്മേളനത്തിൽ പ്രസംഗിച്ചു. തുടർന്ന് പൊതുചർച്ച, പ്രമേയ അവതരണം എന്നിവയ്ക്ക് ശേഷമാണ് സമ്മേളനം അവസാനിച്ചത്. ഇതേസമയം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പീരുമേടിന്റെ ഏരിയ സമ്മേളനം നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിൽ വണ്ടിപ്പെരിയാറിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിൽ 15,000-ഓളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ വെച്ച് 1-ാം തീയതി ഉച്ചകഴിഞ്ഞാണ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.